തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര മേഖലയായ വർക്കലയിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതം. ക്യാമറകൾ സ്ഥാപിച്ച പോസ്റ്റുകളിൽ നിന്നും ഇവ ഇളകി താഴേക്ക് വീഴുന്ന അവസ്ഥയായിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. വർക്കല ക്ലിഫിൽ നിന്നും തിരുവമ്പാടി ബീച്ചിലേക്ക് പോകുന്ന നടപ്പാതയിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ക്ലിഫിൽ നിന്നും കാൽനടയായി റെസ്റ്റോറന്റുകളിലേക്കും റിസോർട്ടുകളിലേക്കും പോകുന്നത്. വിദേശികൾക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും നിരീക്ഷിക്കാനാണ് ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ ഇതിൽ പലതും സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. ക്യാമറകളുടെ നിരീക്ഷണം വർക്കല പോലീസ് സ്റ്റേഷനിലാണ്. പ്രദേശത്ത് കുറ്റകൃത്യങ്ങളോ അക്രമങ്ങളോ നടന്നാൽ പോലും അക്രമികളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. വിനോദസഞ്ചാര മേഖലയിൽ ആവശ്യത്തിനുള്ള പോലീസിനെ പോലും നിയോഗിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. വർക്കല പോലീസ് സ്റ്റേഷനിലും ആവശ്യത്തിനുള്ള പോലീസുകാരില്ല. പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സസ്പെൻഷനിലായിട്ട് 1 മാസം പിന്നിടുന്നു. പകരം ഉദ്യോഗസ്ഥനെ ഇനിയും നിയമിച്ചിട്ടില്ല. 3 സബ് ഇൻസ്പെക്ടർമാരുടെ സേവനം വേണ്ട സ്റ്റേഷനിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണുള്ളത്. തകർന്നുപോയ നിരീക്ഷണ ക്യാമറകൾ മാറ്റി പുതിയ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കൂടുതൽ ടൂറിസം പോലീസിനെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വർക്കല. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്തി അടിമാലി കൊരങ്ങാട്ടി കട്ടിലാനിക്കൽ സാജനാണ് കൊല്ലപ്പെട്ടത്. അടിമാലി തലമാലി സ്വദേശി അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. കാപ്പ കേസിൽപ്പെട്ട അടുത്തിടെ അനീഷ് ജയിലിലായിരുന്നു. 3 മാസം മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത്. കൊല്ലം പുനലൂരിൽ തീപിടുത്തം. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള കടകൾക്കാണ് തീപിടിച്ചത്. രാത്രി 12 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ബേക്കറിയും സമീപത്തെ ഗോൾഡ് കവറിംഗ് ആഭരണശാലയും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇടുക്കി ബോഡിനായ്ക്കന്നൂരിൽ തീവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങി. ചെന്നൈയിലേക്കും മധുരയിലേക്കുമാണ് നിലവിൽ ബോഡിയിൽ നിന്നും ട്രെയിൻ സർവീസുകൾ. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും 27 കിലോമീറ്റർ മാത്രമാണ് ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ദൂരം. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ബോഡിനായ്ക്കന്നൂരിൽ നിന്നുള്ള ട്രെയിൻ സർവീസ് ഇടുക്കിക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത്. ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി എൽ മുരുകൻ നിർവഹിച്ചു. രാത്രി 8:30 ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈ ട്രെയിൻ പുറപ്പെടും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈയിലേക്കും ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തും. കൂടാതെ മധുര ബോഡിനായ്ക്കന്നൂർ റൂട്ടിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തും. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ടൗണിൽ ട്രെയിൻ എത്തുന്നതോടെ ടൂറിസം, വ്യാപാര മേഖലകൾക്കും ഗുണകരമാകും. ഹൈറേഞ്ചിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചരക്ക് നീക്കം എളുപ്പമാക്കാൻ ഈ സർവീസ് സഹായകമാകും. കൂടാതെ വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഈ പാത ഗുണകരമാകും. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലം ടൗണിൽ തെരുവുനായ ആക്രമണം. ഒരാൾക്ക് കടിയേറ്റു. സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ അക്കൽ സ്വദേശി സത്യനാഥനാണ് ആക്രമണത്തിനിരയായത്. ഇദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വീട്ടുമുറ്റത്ത് നിന്ന യുവാവിനെ തെരുവുനായയുടെ കടിയേറ്റു. ബാലുശ്ശേരി ഉണ്ണികുളം സ്വദേശി ജിതേഷ് കുമാറിനാണ് നായയുടെ കടിയേറ്റത്. രാത്രിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ജിതേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മുറിവാലൻ എന്ന കാട്ടാനയുടെ പരാക്രമണം. രാത്രി റോഡിലെത്തിയ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. മാട്ടുപ്പെട്ടി റോഡിലെ ഷൂട്ടിംഗ് പോയിന്റിന് സമീപം ആനയെ കണ്ടതോടെ ഇരുഭാഗത്തു നിന്നും എത്തിയ വാഹനങ്ങൾ ഏറെ നേരം നിർത്തിയിട്ടു. ഇതിനിടെ ആനയുടെ അടുത്തുകൂടി വാഹനമെടുക്കാൻ ശ്രമിച്ചതാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത്. വൈകുന്നേരത്തോടെ മുറിവാലിനുമൊത്ത് 3ഓളം ആനകൾ ഷൂട്ടിംഗ് പോയിന്റിലെ പുൽമേടുകളിൽ ഉണ്ടായിരുന്നു. രാത്രിയോടെയാണ് ഇവ റോഡിലേക്ക് ഇറങ്ങിയത്.
ഇടുക്കിയിലെ റേഷൻ കടകളിൽ പ്രതിസന്ധി തുടരുന്നു. ആവശ്യക്കാർ ഏറെയുള്ള ചാക്കരിയും മട്ടരിയും എത്താത്തതാണ് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും പ്രതിസന്ധിയിലാക്കുന്നത്. മാസങ്ങളായി പച്ചരിയാണ് കൂടുതലായി സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കടകളിൽ എത്തിക്കുന്നത്. പച്ചരി മാത്രമായി കിട്ടിത്തുടങ്ങിയതോടെ ഉപഭോക്താക്കളും പ്രതിഷേധത്തിലാണ്. അടിക്കടിയുണ്ടാകുന്ന സെർവർ ഇന്റർനെറ്റ് പ്രശ്നങ്ങളാൽ വലയുകയാണ് റേഷൻ കടകൾ. ഇതിനു പുറമെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ വിതരണത്തിലൂടെയും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചാക്കരിയും മട്ടയരിയും കടകളിലേക്ക് എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പച്ചരിക്ക് പുറമെ ആവശ്യത്തിലധികം പഞ്ചസാരയും ആട്ടയും കടകളിൽ എത്തിക്കുന്നതായും ഇവർ പറയുന്നു. വെള്ളേരിക്കും കുത്തരിക്കുമാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. ഈ 30 കിലോ മേടിക്കാൻ വന്നവർ ഏറ്റവും കൂടുതൽ വന്ന ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ്. ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർക്ക് 30 കിലോ അരി കുത്തരി കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നു കഴിയുമ്പോൾ പച്ചരി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ റേഷൻ കടക്കാരുമായിട്ട് നിരന്തരം ഗുസ്തിയാണ്. തുടർച്ചയായി റേഷൻ കടകളിൽ നിന്നും പച്ചരി കൂടുതലായി ലഭിച്ചു തുടങ്ങിയതോടെ നിർധനരും തോട്ടം തൊഴിലാളികളുമാണ് പ്രതിസന്ധിയിലായത്. മഴക്കാലം തുടങ്ങിയതോടെ തോട്ടങ്ങളിലും മറ്റും ജോലി കുറയുന്നതോടെ കുടുംബങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകും. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചത്ത എരുമയെ സ്കൂളിന് മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലംപാറ കീഴ്മാല ALP സ്കൂളിന് മുന്നിലാണ് എരുമയുടെ ജഡം കണ്ടെത്തിയത്. രാത്രിയിൽ വാഹനത്തിലെത്തി ഉപേക്ഷിച്ചെന്നാണ് സംശയം. നീലേശ്വരം പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൂനത്തറ ആശാദീപം ബസ് സ്റ്റോപ്പിലെ വളവിലാണ് അപകടമുണ്ടായത്. ഇരു ബസ്സുകളിലുമായി 40-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസ്സുകളിലെ ഡ്രൈവർമാരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണ സീലോൺ കടവിൽ കാർ പുഴയിലേക്ക് വീണ അപകടം. ഒരാൾ മരിച്ചു. പച്ചക്കാട് സ്വദേശി മുഹാജീറാണ് മരിച്ചത്. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി. പഞ്ചായത്തിലെ 4 വാർഡുകളിലായി 125ഓളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 2, 4, 7, 9, 10 വാർഡുകളിൽപ്പെട്ട പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വരെ 125 പേർക്കാണ് മറ്റത്തൂരിൽ ഡെങ്കിപ്പനി ബാധിച്ചത്. ഭൂരിഭാഗവും ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വാർഡ് 9-ലുള്ള ചൊക്കനാത്തോട്ടം മേഖലയിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. വീടുകളുടെ പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന പഴയ പാത്രങ്ങൾ, പാഴ്വസ്തുക്കൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൊതുകുജന്യ രോഗങ്ങളിൽ ഏറ്റവും വലിയൊരു സാധനമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 85 പേർക്കോളം 7, 9, 10, 11 വാർഡുകളിലായിട്ട് രോഗികളായിട്ടുണ്ട്. പലരും സുഖപ്പെട്ടു പോയി. മരണമൊന്നും ഉണ്ടായിട്ടില്ല. ബോധവൽക്കരണം ആയിട്ടും അതേപോലെ തന്നെ കൊതുകിൻ്റെ ഉറവിട നശീകരണം ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോഗിംഗ്, സ്പ്രേയിംഗ് എന്നിവയിലൂടെ കൊതുകുകളെ ചെറുക്കാമെങ്കിലും ഉറവിട നശീകരണത്തിനാണ് അധികൃതർ ഊന്നൽ നൽകുന്നത്. ചെമ്പൂച്ചിറ സർക്കാർ സ്കൂളിലെ NSS വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളിയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനി ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്കിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. സ്ക്വാഡുകളായി തിരിഞ്ഞ് വീടുകൾ കയറിയിറങ്ങിയാണ് ഉറവിട നശീകരണത്തിൽ ബോധവൽക്കരണം നടത്തുന്നത്. ന്യൂസ് 18 തൃശൂർ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഴുവൻ ഡയറക്ടർമാരെയും പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ മുൻ MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ 21 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഡയറക്ടർമാരിൽ 17 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഫാഷൻ ഗോൾഡിന് പുറമെ ഖമർ ഗോൾഡ്, ന്യൂജൂം ഗോൾഡ്, ഫാഷൻ ഗോൾഡ്, ഓർണമെന്റ്സ് എന്നീ കമ്പനികളുടെ കേസുകളും വേറെയുണ്ട്. അരിക്കൊമ്പനോടുള്ള ഇഷ്ടം മൂത്ത് കൊമ്പന്റെ 8 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ച് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഒരു വ്യാപാരി. കഞ്ഞിക്കുഴി സ്വദേശി വെട്ടിക്കാട്ടിൽ ബാബുവാണ് 2 ലക്ഷം രൂപ ചെലവിട്ട് അരിക്കൊമ്പന്റെ ശില്പം നിർമ്മിച്ചത്. ഇടുക്കിയിലെ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം അരിക്കൊമ്പനെ ഏറെ ആരാധനയോടെയാണ് കാണുന്നത്. വ്യാപാരിയും കഞ്ഞിക്കുഴി തള്ളക്കാനം സ്വദേശിയുമായ ബാബു ഇത്തരത്തിൽ ഒരു ആരാധകനാണ്. കാട്ടുകൊമ്പനോടുള്ള സ്നേഹപ്രകടനത്തിനായി ബാബു ചെലവിട്ടത് 2 ലക്ഷത്തിലധികം രൂപ. അരിക്കൊമ്പന്റെ 8 അടി ഉയരത്തിലുള്ള പ്രതിമ നിർമ്മിച്ച് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം.
അരിക്കൊമ്പൻ എന്ന് എഴുതി വെച്ചതോടെ കാഴ്ചക്കാരും കൂടി. മാധ്യമങ്ങളിൽ കൂടെ ഒരു വാർത്ത വരികയും അരിക്കൊമ്പനെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടായി. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ പേരിൽ ഞാൻ ഒരു പ്രതിമയുണ്ടാക്കി. അങ്ങനെ അരിക്കൊമ്പൻ എന്നുള്ള ഒരു പേര് വിട്ട് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ചിന്നക്കനാൽ 301 കോളനിയിൽ വർഷങ്ങൾക്ക് മുൻപ് ബാബു സ്ഥലം പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി നടത്തിയിരുന്നു. ഇക്കാലത്ത് നിരവധി തവണ അരിക്കൊമ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നേ ആനയോട് ആരാധനയായിരുന്നു. ശില്പനിർമ്മാണം നേരത്തെ തുടങ്ങിയെങ്കിലും അരിക്കൊമ്പൻ കേരളത്തിലും പുറത്തും പ്രശസ്തി നേടിയതോടെ പ്രതിമ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുന്നയാർ സ്വദേശി ബിനുവാണ് ശില്പം നിർമ്മിച്ചത്. ന്യൂസ് 18 ഇടുക്കി. താമരശ്ശേരി മേഖലയിൽ ഗുണമേന്മയില്ലാത്ത ഇൻവേർട്ടർ ബൾബുകൾ കുടുംബശ്രീ വഴി വിൽപ്പന നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി. പ്രമുഖ കമ്പനിയുടെ ബൾബ് എന്ന പേരിലാണ് ബൾബുകൾ വിതരണം ചെയ്തത്. വിതരണക്കാരന്റെ വാഹനം ഉൾപ്പെടെ കുടുംബശ്രീ പ്രവർത്തകർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചതോടെ പണം തിരികെ നൽകാമെന്ന് ഉറപ്പു നൽകി. പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AMS എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവാണ് താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDS മുഖേന 1200-ലേറെ ബൾബുകൾ വിതരണം ചെയ്തത്. 199 രൂപയ്ക്കാണ് ബൾബ് നൽകിയത്. താമരശ്ശേരിയിലും കട്ടിപ്പാറയിലും വിതരണം ചെയ്ത ബൾബുകൾ ദിവസങ്ങൾക്കകം കത്താതെയായി. ചിലത് സ്വിച്ചിടാതെയും കത്തിക്കൊണ്ടിരിക്കുന്നു. 600 രൂപയോളം വിലയുള്ള ബൾബ് കുടുംബശ്രീക്ക് പ്രത്യേക സബ്സിഡിയായി 199 രൂപയ്ക്ക് നൽകുന്നുവെന്നായിരുന്നു കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത്. പ്രമുഖ കമ്പനിയുടെ ബൾബിന്റെ ഫോട്ടോയാണ് ഇവർ കാണിച്ചിരുന്നതെന്നും മറ്റൊരു പേരിലുള്ള ബൾബാണ് നൽകിയതെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എവരിഡേന്റെ ബൾബ് ആണ് നമുക്ക് പോസ്റ്ററായിട്ട് അവരയച്ചു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കിട്ടും, എവരിഡേന്റെ ബൾബാണ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ലൈറ്റ് എന്നുള്ള ഒരു കമ്പനീന്റെ ബൾബാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബൾബുകൾ കത്താത്തത് സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ മാറ്റി നൽകുമെന്നായിരുന്നു അറിയിച്ചത്. 10 ദിവസം കൊണ്ട് മാറ്റി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 1 വർഷത്തെ ഗ്യാരണ്ടി ഇതൊക്കെ തന്നെ പറഞ്ഞു. ഇവരോട് പറഞ്ഞ പോലെയൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. വീണ്ടും ബൾബുകൾ ആവശ്യപ്പെട്ട് വിളിച്ചപ്പോഴാണ് ഏജന്റ് സ്ഥലത്തെത്തിയതെന്നും പണം തിരികെ നൽകില്ലെന്ന് പറഞ്ഞതിനാൽ പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി മണിക്കൂറുകൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പണം നൽകാമെന്നും ബൾബ് വിതരണം ചെയ്തയാൾ സമ്മതിക്കുകയും ചെക്ക് കൈമാറുകയും ചെയ്തു. ബൾബിന്റെ മണ്ണിൽ പേര് അവിടെ എഴുതി വെച്ചതാണ്. ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് ഇറക്കി ഡൽഹിയിൽ വന്നിട്ട് നമുക്ക് ചെയ്തതിൽ പറ്റിയ ഒരു ക്വാളിറ്റിയാണ് ഇത്ര കംപ്ലൈന്റ് വന്നത്. ബൾബുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിലുണ്ടായ അപാകതയാണെന്നും ഇവർ വിശദീകരിക്കുന്നു. ന്യൂസ് 18 താമരശ്ശേരി. ഇനി കാർഷിക കേരളം. തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി കാസർഗോഡ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി. 85 ഏക്കറിലാണ് കർഷക കൂട്ടായ്മയിൽ വിത്തിട്ടത്. കാലവർഷം ചതിച്ചില്ല എങ്കിൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാടശേഖര സമിതി. ചെറുകുണ്ട് റെയിൽപാളത്തിന് സമീപത്തെ തരിശിട്ട ഭൂമി ഉൾപ്പെടെ 85 ഏക്കറിലാണ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി നെൽകൃഷിക്കായി വിത്തിറക്കിയത്. ആതിര, മട്ട, ത്രിവേണി, മനുരത്ന എന്നിവയാണ് കൃഷിയിറങ്ങുന്നത്. തുടർച്ചയായ 4ാം വർഷമാണ് ഇവരുടെ കൂട്ടായ്മയിൽ നെൽകൃഷി ഇറക്കുന്നത്. പള്ളിക്കര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണവും ഇവർക്കുണ്ട്. പുകയില കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. നെൽകൃഷിയും പുകയിലയും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ പുകയില കൃഷി തീരെ ഇല്ലാതായി, നെൽകൃഷിയും തീരെ ഇല്ലാതായ ഒരു നിലയിൽ വന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് നമ്മൾ കുറെ ഭൂമി ഈ പ്രദേശത്ത് കൃഷിയെടുക്കാൻ വേണ്ടി തുടങ്ങി. അത് ഇപ്പം വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൃഷി വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം പൂച്ചക്കാട് വയലിലിറക്കിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഇക്കുറിയും കാലവർഷം ചതിച്ചില്ലെങ്കിൽ നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. സാധാരണ ആ ഘട്ടങ്ങളിലൊക്കെ തരിശ് കൃഷിയും മറ്റും കൃഷി ചെയ്യുകയും പിന്നീട് അടുത്ത വർഷം അത് തുടരാത്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. പ്രദേശത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തത് ആശങ്കയാകുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും വിവിധയിനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുകയാണ് കോഴിക്കോട്ടെ ദമ്പതികൾ. മുക്കം ഭംഗിപുരം ചേങ്ങലരി മീത്തൽ ഷാജിയും ഭാര്യ പ്രസീതയുമാണ് വീടുമുറ്റം പച്ചക്കറി പഴവർഗ്ഗങ്ങളാൽ സമൃദ്ധമാക്കുന്നത്. റംബുട്ടാൻ, ഡ്രാഗൺ, സ്വീറ്റ് ലൂബി, റെയിൻ ഫോറസ്റ്റ് പ്ലം, സാൻഡ്രോപ്പ്, വൈറ്റ് ഞാവൽ തുടങ്ങി വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട അഭിയു, പേരയ്ക്ക, സീതപ്പഴം എന്നിങ്ങനെ 50ഓളം ഇനമാണ് മുക്കത്തെ ഈ വീട്ടുമുറ്റത്ത് വളരുന്നത്. ഷാജിയും പ്രസീതയും വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലുമാണ് ഇവ കൃഷി ചെയ്യുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരായ ഇരുവരും
ജോലി കഴിഞ്ഞുള്ള സമയമാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വ്യത്യസ്ത പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നു. മായമില്ലാത്ത ഭക്ഷണം എന്ന ചിന്തയാണ് കൃഷിയിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു രാത്രി 10-11 മണി വരെ ഉണ്ടാവും. ടോർച്ച് അടിച്ചിട്ടായാലും ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അത് എൻ്റെ ഒരു സന്തോഷമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാലും എങ്ങനെയായാലും ടൈമില്ലേ എന്തായി കഴിഞ്ഞാലും ഒരു മണിക്കൂർ ഞാൻ ഇതിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാവും. വ്യത്യസ്ത ഇനം പൂച്ചെടികളും ഇവരുടെ വീട്ടുമുറ്റത്തുണ്ട്. മക്കളായ സ്നേഹയും സാൻവിയും കൃഷിയിൽ തൽപരരാണ്. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് കവ്വായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകരെ പ്രതിസന്ധിയിലാക്കി വീണ്ടും വിലത്തകർച്ച. പൂർണ്ണ വളർച്ചയെത്താതെ കല്ലുമ്മക്കായ നശിക്കുന്നതിനോടൊപ്പം വിലത്തകർച്ചയും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. വിലത്തകർച്ചയിൽ നട്ടം തിരിയുകയാണ് കവ്വായിക്കായലിലെ കല്ലുമ്മക്കായ കർഷകർ. ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചതാണ് വിലയിടിവിന് കാരണമായത്. കല്ലുമ്മക്കായകൾ നശിക്കാൻ തുടങ്ങിയതോടെ ചെറിയ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വന്നതും വിലത്തകർച്ചയുടെ ആക്കം കൂട്ടി. കല്ലുമ്മക്കായയുടെ വലുപ്പത്തിനനുസരിച്ച് 30 രൂപ മുതൽ 80 രൂപ വരെയാണ് കിലോയ്ക്ക് വില ലഭിക്കുന്നത്. ഈ വർഷം സീസൺ ആരംഭത്തിലും കഴിഞ്ഞ വർഷവും 200 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്രയും വലിയ വിലയിടിവ്. പണിക്കിറങ്ങിയാൽ കൂലി പോലും മുതലാകാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. സർക്കാരിൽ നിന്നും ആശ്വാസ ധനസഹായം അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കല്ലുമ്മക്കായി ഈ പ്രാവശ്യം ഭയങ്കര നഷ്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് 30 ഉറുപ്പ്യ തോതിലാണ് കിട്ടുന്നത്. ഇപ്പോൾ എടുക്കാൻ കുറേ ഉണ്ട് അത്രേ. അയാളും ബായി പൊളന്ന് പോയി. ഇനി എന്ത് എടുത്തിട്ട് കാര്യമില്ല, കൂലി ഒക്കൂല. കല്ലുമ്മക്കായ് കർഷകർക്ക് വമ്പൻ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വേനൽ ചൂടിൽ വായു പൊളുന്നത് കൂടാതെ ഇപ്പോൾ മഴ വന്നപ്പോൾ പൂർണ്ണമായും വായു പൊളുന്ന് നശിച്ചിരിക്കുകയാണ്. വളരെയധികം ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട കർഷകരാണ് കല്ലുമ്മക്കായ് കർഷകരുള്ളത്. മഴ ശക്തമാകുന്നതോടെ കായലിൽ ലവണാംശം കുറയുകയും കല്ലുമ്മക്കായ്കൾ പൂർണ്ണമായി നശിക്കാനും തുടങ്ങും. ഇതിനു മുൻപ് പരമാവധി വിളവെടുത്ത് വിൽപ്പന നടത്തുകയാണ് കർഷകർക്ക് മുൻപിലുള്ള ഏക പോംവഴി. സീസൺ ആരംഭത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വിത്ത് ലഭിച്ചതോടെ വൻതോതിൽ നാട്ടുകാർ കല്ലുമ്മക്കായ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മാലിന്യ സംസ്കരണത്തിൽ നേട്ടം കൈവരിച്ച കൊല്ലം പുനലൂർ നഗരസഭയിൽ മാലിന്യ പ്രശ്നം കൂടുന്നു. നഗരസഭയുടെ സമീപത്തായി മലിനജലം കെട്ടിക്കിടക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന അധികൃതർ ടൗണിലെ ഈ വെള്ളക്കെട്ട് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നഗരസഭാ ആസ്ഥാനത്ത് നിന്നും 100 മീറ്റർ അകലെ MLA റോഡിന് തൊട്ടരികെയാണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഓഡിറ്റോറിയങ്ങൾ, ബേക്കറികൾ, ശൗചാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയിൽ നിന്നുള്ള പൈപ്പുകൾ ഓടയിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. MLA റോഡിന് സമീപമുള്ള വയലിൽ മലിനജലം കെട്ടിക്കിടന്ന് രൂക്ഷമായ ദുർഗന്ധം പരത്തുകയാണ്. കൊതുകു ശല്യവും രൂക്ഷമായി. അധികൃതരാവട്ടെ ഇതൊന്നും കണ്ടമട്ടില്ല. വാഹനങ്ങളിലെത്തി മാലിന്യം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. വീട്ടിലെല്ലാം ഞങ്ങൾ നെറ്റ് അടിച്ചിരിക്കണം. എന്നാ നെറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ കതവ് തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കയറി വരും. ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും മുനിസിപ്പാലിറ്റി ഇതിനെതിരായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് ആ മാലിന്യം ഒന്നെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കി, ഓൾറെഡി ഉണ്ടല്ലോ, ആ പ്ലാന്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇത് ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും നടപടി എടുക്കണം. വർഷങ്ങളായി ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടുന്നുണ്ട്. ഓരോ മഴക്കാലത്തും മാലിന്യം വെട്ടിപ്പുഴത്തോട്ടിൽ കൂടി കല്ലടയാറിൽ ഒഴുകിയെത്തും. മാലിന്യം ഒഴുകിയെത്തുന്നത് തടയുന്നതിനോ ഓടയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന പൈപ്പുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനോ നഗരസഭാ ആരോഗ്യ വിഭാഗം ശ്രമിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നതിന് അപ്പുറത്ത് ഒരാളുടെയെങ്കിലും പേരിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും പേരിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും പേരിൽ ഫൈൻ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിന് നഗരസഭാ അധികാരികളും ഹെൽത്ത് വിഭാഗത്തിലെ ആളുകളും പറയുന്നതിന് തയ്യാറാകണം. അതില്ലാതെ മാലിന്യം കൊണ്ട് തള്ളുന്ന ആളുകൾ ഞങ്ങളുടെ പാർട്ടി സഖാക്കന്മാരാണ് എന്നുള്ളതിന്റെ പേരിൽ അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്നതാണ് നഗരസഭയുടെ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുണ്ടറ കുടിവെള്ള പദ്ധതി, പുനലൂർ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ബൃഹത്തായ 5 കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നുമാണ്. മഴക്കാലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ള മാലിന്യവാഹികളായ തോടുകളും വെള്ളക്കെട്ടുകളും ശുചീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂളിലെ പ്രധാന അധ്യാപകരെ തുടർച്ചയായി സ്ഥലം മാറ്റുന്നത് സ്കൂളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഭൂരിഭാഗവും ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ പ്രധാന അധ്യാപകന്റെ കുറവ് മൂലം പല പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്.
ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂളിൽ പേരിന് മാത്രമാണ് വികസനം. ഏതാനും വർഷം മുമ്പ് സംസ്ഥാനത്ത് SSLCക്ക് ഏറ്റവും വിജയശതമാനം കുറഞ്ഞ സ്കൂളായിരുന്നു കണ്ണമ്പടി. എന്നാൽ ഇപ്പോൾ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമം കൊണ്ട് മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിലും പ്രധാന അധ്യാപകനില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. എല്ലാ വർഷവും പുതിയ പ്രധാന അധ്യാപകൻ ചുമതലയിൽ പ്രവേശിക്കുമെങ്കിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവർ സ്ഥലമാറ്റം വാങ്ങിപ്പോകും. വിവിധ ബില്ലുകൾ പാസ്സാക്കുന്നതുൾപ്പെടെ ഹെഡ്മാസ്റ്ററുടെ ചുമതലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. ഇതൊരു ആദിവാസി സെറ്റിൽമെന്റ് ആണ്. ഒരു 6-7 ഊരുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂളാണ്. കണ്ണമ്പടി പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഉപ്പുതറയിനെ ആശ്രയിക്കണം. 10-15 കിലോമീറ്ററോളം പുറത്തു പോയിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ട സാഹചര്യമുള്ളത്. ഇപ്പോൾ ഈ സ്കൂള് ഹൈസ്കൂള് ഈ ഒരു സ്കൂളിനെ മാത്രം ആശ്രയിച്ചാണ് ഇവിടുത്തെ കുട്ടികൾ. ഇവിടുത്തെ എല്ലാവരും ഒരു പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതും അത്രയും ഒരു സാഹചര്യം കുറവുള്ള വ്യക്തികളുമാണുള്ളത്. ഈ കുട്ടികൾക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്. ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇടുക്കിക്ക് പുറത്തു നിന്നുള്ള അധ്യാപകരാണ് കൂടുതലും. ഇവർക്ക് താമസിക്കാൻ ഒരു സൗകര്യവുമില്ല. മറ്റ് സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആകുമ്പോഴും കണ്ണമ്പടി സ്കൂള് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചീമേനി അരിയിട്ടപ്പാറയിലെ മഹാശിലായുഗ കാലഘട്ട ചരിത്രശേഷിപ്പുകൾ ആർക്കിയോളജി വിഭാഗം അടയാളപ്പെടുത്തി തുടങ്ങി. 1800 വർഷം മുമ്പ് മനുഷ്യർ നിർമ്മിച്ച ചെങ്കല്ലറകളാണ് ഇവിടെയുള്ളത്. പല കാലഘട്ടങ്ങളായി കണ്ടെടുത്ത ചരിത്ര അവശേഷിപ്പുകളാണ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടയാളപ്പെടുത്തുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ നിർമ്മിച്ച അറകളും ഗുഹകളും തുറന്നു പരിശോധിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന നിർദ്ദിഷ്ട മാലിന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അരിയിട്ടപ്പാറയിൽ ചുരുങ്ങിയത് 30ഓളം നന്നങ്ങാടികളും ഗുഹകളും കണ്ടേക്കാമെന്നാണ് ചരിത്ര ഗവേഷകർ കരുതുന്നത്. കണ്ടെത്തിയിട്ടുള്ള ഗുഹകളിൽ പലതും ഇതേവരെ തുറന്നിട്ടില്ലാത്തവയാണ്. മനുഷ്യരുടെ അസ്ഥികൾ, മൺപാത്രങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള മുത്തുകൾ എന്നിവയാണ് സാധാരണയായി ഇത്തരം ഗുഹകളിൽ നിന്നും കണ്ടുകിട്ടാറുള്ളത്. ആർക്കിയോളജി വിഭാഗത്തിൽ നിന്നുള്ള കെ കൃഷ്ണരാജിന്റെ നേതൃത്വത്തിലാണ് ഗവേഷണം പുരോഗമിക്കുന്നത്. ചരിത്ര ഗവേഷകൻ നന്ദകുമാർ കോറോത്ത്, ചരിത്ര അധ്യാപകൻ CP സജീവൻ എന്നിവർ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവയെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. ന്യൂസ് 18 ചീമേനി. എറണാകുളം വടവുകോട് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിനായി പുതിയതായി നിർമ്മിച്ച ജോസഫ് മാർ പക്കോമിയോസ് സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ സമർപ്പണവും നടന്നു. യാക്കോബായ സഭ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ ചിത്രീകരണം കാസർഗോഡ് തുടങ്ങി. റാവുത്തർ, TV രഞ്ജിത്ത് എന്നിവരാണ് സംവിധാനം ചെയ്യുന്നത്. സുബീഷ് സുധി, ഷെല്ലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകും. ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജഗന്നാഥൻ, TV കൃഷ്ണൻ തുരുത്തി, KC രഘുനാഥ് എന്നിവരാണ് നിർമ്മാണം. ചിത്രത്തിന്റെ പൂജ, സ്വിച്ച് ഓൺ കർമ്മം ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD ബാലകൃഷ്ണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു.